ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് സോയാബീനും മുരിങ്ങനും വെച്ചിട്ട് അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് 200 ഗ്രാം സോയാബീൻ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെച്ചാൽ സോയാബീൻ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ചൂടാറിയതിന് ശേഷം ഇതുപോലെ നമുക്ക് വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയാം. എല്ലാതും ഇങ്ങനെ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 2 പൊട്ടാറ്റോ നന്നായിട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഉടച്ചു വെച്ചിട്ടുണ്ട്. സോയാബീൻ ഇനി കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം അരഞ്ഞു പോകരുത്. കോൺഫ്ലവറിൻ്റെ സ്ലറി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കും. ഇനി 1 കപ്പ് മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു കടായി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ മുരിങ്ങയില ചതച്ചത് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില നന്നായിട്ട് വഴറ്റിയെടുക്കുക. മുരിങ്ങയില അധികം അരഞ്ഞു പോകരുത്. ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കാബേജും 1/2 കപ്പ് ക്യാരറ്റും നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് നല്ല പോലെ കുക്കായിട്ട് കിട്ടണം, അതുവരെയും വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വരണം. ഇവിടെ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനേഗർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ തണുത്ത് വരണം. ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൊസറല്ല ചീസ് 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ചീസ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചീസ് ഒഴിവാക്കാം. ചീസ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഞാൻ റൗണ്ടിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള കട്ട്ലേറ്റ് ആണ്, കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് കോൺഫ്ലവറിൻ്റെ സ്ലറി ഉണ്ടാക്കി വെച്ചാൽ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അധിക സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. സോയാബീനും വെജിറ്റബിൾസ് എല്ലാം ഓൾറെഡി കുക്കായിട്ടുള്ളതാണ്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ കട്ട്ലേറ്റിനേക്കാളെല്ലാം നല്ല ടേസ്റ്റാണ് ഇതിന്. ഉള്ളിൽ ചീസ് വെച്ചിട്ടുള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും.